ഈ 10 വർഷക്കാലം എന്ന് പറയുന്നത് കറണ്ട് കെട്ടില്ല, ലോ ഷെഡിങ്ങിന്റെ പ്രശ്നം നമ്മൾ അനുഭവിച്ചിട്ടില്ല, പാഠപുസ്തകം കിട്ടാതിരുന്നിട്ടില്ല. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകം സ്കൂളിലേക്ക് എത്തുകയാണ്. ഇപ്പോഴടക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പം തന്നെ കൊടുക്കുകയാണ് പാഠപുസ്തകം. പാഠപുസ്തക വിതരണം അടുത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ആള് പറയാത്രേ, എന്തിനാണ് ഇപ്പോൾ പുസ്തകം കൊടുക്കുന്നത്? 9ാം ക്ലാസ്സിലെ പഠിക്കുന്നതിന് മുമ്പ് 10ാം ക്ലാസ്സിലേത് കൊടുക്കണമെന്ന്. പണ്ടൊരു മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഓണം നേരത്തെ വന്നുപോയി, പിന്നെ എങ്ങനെയാ പുസ്തകം കൊടുക്കുമെന്ന്. ഓണം ഓണം എല്ലാ കാലത്തും അല്ലേ ഇല്ലതല്ലേ. അപ്പോൾ ഒരു മന്ത്രി പറഞ്ഞാണ്, ഓണം നേരത്തെ വന്നു, അപ്പോൾ പിന്നെ പുസ്തകം കൊടുക്കാൻ പറ്റില്ല. ഓണപ്പരീക്ഷയ്ക്ക് പുസ്തകമില്ല. എന്നിട്ട് അധ്യാപകരെല്ലാം കൊണ്ടുപോയിട്ട് എവിടുന്നോ കിട്ടുന്ന പുസ്തകത്തിന്റെ പാഠഭാഗം ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടാ കുട്ടികൾക്ക് കൊടുത്തത്. ഈ 10 കൊല്ലം അങ്ങനെ ഉണ്ടായോ? കൃത്യമായിട്ട് പാഠപുസ്തകമില്ലേ? പഠിക്കാനുള്ള സൗകര്യമില്ലേ? ലോ ഷെഡിങ്ങുണ്ടോ? കറണ്ട് കെട്ടുണ്ടോ? ഈ കേരളം എത്ര സുന്ദരമായിട്ടാണ് പുതിയ ഒരു 30 വയസ്സുകാരന് 10 കൊല്ലത്തിന്റെ ചിത്രം ഒന്ന് ഓർമ്മിച്ച് നോക്കിയാട്ടെ. പഴയ കേരളമാണോ പുതിയ കേരളം? എത്ര വലിയ മാറ്റാണ്. ആ മാറ്റം ഇനിയും തുടരണം, ഇനിയും നമുക്ക് ഫലപ്രദമാക്കണം. അതിന് സാധിക്കത്തക്ക രീതിയിൽ നമ്മുടെ വികസനം ശക്തിപ്പെടണം.